അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വസ്വഹാബിഹി അജ്മഈൻ അമ്മാ ബഅദ്. ചിലപ്പോഴൊക്കെ നമ്മൾ വിചാരിക്കും ആകെ കുറച്ച് കാലം കഴിയുമ്പോൾ പരിഹരിച്ചു പോകും. എല്ലാം അങ്ങനെ പരിഹരിച്ചു പോയിക്കൊള്ളണമെന്നില്ല. ഒരു സുഹൃത്തിനൊരു പ്രേമമുണ്ടായി. അപ്പോൾ പ്രേമം മുന്നോട്ട് പോയി. അവളെ തന്നെ വിവാഹം കഴിക്കണം എന്ന് വന്നു. അപ്പോൾ വിവാഹത്തിന് സന്ദർഭമായപ്പോൾ മാതാപിതാക്കൾക്ക് ശക്തമായ എതിർപ്പ്, പ്രത്യേകിച്ച് ഉമ്മക്ക് വളരെ വലിയ എതിർപ്പ് അവരോട് വന്നു. ഒരിക്കലും ആ വിവാഹത്തിനോട് യോജിക്കാൻ ഉമ്മക്ക് പറ്റിയില്ല. പല കാരണങ്ങളെ കൊണ്ടും അത്തരമൊരു സാഹചര്യത്തിലുള്ള ഒരു കുട്ടിയെ ഉൾക്കൊള്ളാൻ പല കാരണങ്ങളെ കൊണ്ട് ഉമ്മക്ക് സാധിക്കാതെ വന്നു. അവസാനം ഉമ്മ വ്യക്തമായിട്ട് തന്നെ നയം അവരോട് പറഞ്ഞു, നീ വിവാഹം കഴിക്കണം, നിനക്ക് അവിടെ പോയി വിവാഹം കഴിക്കാം, ഞങ്ങളാരും സഹകരിക്കില്ല, ഞങ്ങളാരും വിവാഹത്തിൽ പങ്കെടുക്കില്ല. മാത്രമല്ല നിനക്കോ അവൾക്കോ വിവാഹശേഷം ഈ വീട്ടിലേക്ക് പ്രവേശനവുമില്ല എന്നാണ്. അത് പറയാൻ ആ ഉമ്മക്ക് അവകാശമുണ്ട്, ആ ഉമ്മക്ക് അധികാരമുണ്ട്. എന്താണ് കാരണമെന്ന് ചോദിച്ചാൽ, നമുക്കിന്ന് തോന്നും എനിക്ക് പ്രായപൂർത്തിയായല്ലോ, എനിക്കിപ്പോൾ എൻ്റെ കാര്യങ്ങൾ തീരുമാനിക്കാമല്ലോ, എൻ്റെ ഭാര്യ ആരാവണം എന്നുള്ളത് തീരുമാനിക്കാൻ എനിക്ക് അവകാശമുണ്ടല്ലോ. ഇതൊക്കെ നമ്മൾ പറയുമ്പോഴും നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മൾ എന്ന് നാം പറയാൻ തുടങ്ങിയത് എന്താണെന്ന് നമ്മൾ ആലോചിക്കണം. എന്നാണ് നമ്മൾ പറയാൻ തുടങ്ങിയത്? നമ്മൾ ഇന്നും ഈ സന്ദർഭത്തിൽ പോലും ആ ഉമ്മയെ ആശ്രയിച്ചാണ് ജീവിക്കുന്നത്. അതുകൊണ്ട് നമ്മുടെ എല്ലാ കാര്യങ്ങളിലും നമ്മളെക്കാളും അധികാരവും അവകാശവും ആ മാതാപിതാക്കൾക്കുണ്ട്. അവരാണ് നമ്മളെ നമ്മളാക്കി തീർത്തത്. അതുകൊണ്ട് എൻ്റെ സമ്മതമില്ലാതെ, എന്നോട് ആലോചിക്കാതെ എൻ്റെ മോൻ ഒരാളെ തിരഞ്ഞെടുക്കുമ്പോൾ അതിൽ പ്രതിഷേധിക്കാനുള്ള അവകാശം ആ ഉമ്മനെ സംബന്ധിച്ചിടത്തോളമുണ്ട്. പിന്നെ അതിലൊരു അധാർമികതയുണ്ട്. അത്തരത്തിലൊരു അവിഹിത ബന്ധത്തിലൂടെ വിവാഹം നടക്കുന്നതിന് മതപരമായ വിലക്കുണ്ട്. അതുകൊണ്ട് എൻ്റെ അഭിമാനത്തിനും ദീനിനും യോജിക്കാത്തൊരു കാര്യമായതുകൊണ്ട് എനിക്കതിനോട് സഹകരിക്കാൻ പറ്റില്ലെന്നൊരു ഉമ്മ പറഞ്ഞാൽ അതിലും 100% ന്യായമുണ്ട്. മാത്രമല്ല, പുറത്തുള്ള ആളുകളുടെ മുന്നിൽ താൻ അപമാനിതയാകുന്നു എന്നതിൻ്റെ വേദനയും അവരെ സംബന്ധിച്ചിടത്തോളമുണ്ട്. പിന്നെ തങ്ങളെയെല്ലാം ഓവർടേക്ക് ചെയ്ത് വീട്ടിലേക്ക് കയറി വരുന്ന ഒരു മരുമകളെ സ്വീകരിക്കുവാനുള്ള മാനസികമായിട്ടുള്ള വിഷമവും അവർക്കുണ്ട്. ഇതൊക്കെ വെച്ചിട്ട് അത് സാധിക്കാതെ വന്നു. പക്ഷെ സ്വാഭാവികമായും ആ സുഹൃത്തിൻ്റെ അന്നത്തെ അറിവില്ലായ്മയും വിവരമില്ലായ്മയും കാരണം കൊണ്ട് ആ വിവാഹം നടന്നു. സ്വാഭാവികമായും വീട്ടിൽ നിന്ന് ഇറങ്ങേണ്ടി വന്നു. അവിടെ പോയി താമസമായി. പിന്നീട് ആ ബന്ധം പുതുക്കാൻ വേണ്ടി വളരെ ദീർഘകാലം പരിശ്രമിച്ചിട്ടും ഉമ്മയുടെ മനസ്സ് മാറിയില്ല. ഒരു നിലക്കും ഉൾക്കൊള്ളാൻ ഉമ്മയ്ക്കത് കഴിയാതെ വന്നു. അപ്പോൾ നമ്മൾ വിചാരിക്കും കുറച്ച് കഴിയുമ്പോൾ ശരിയാവും, കുറച്ച് കഴിഞ്ഞാലൊക്കെ ശരിയാവും. അങ്ങനെ ശരിയാവുന്നൊരു കാര്യമല്ല അത്. പറഞ്ഞ് ശരിയാക്കാൻ പറ്റുന്ന ഒരു പ്രശ്നവുമല്ല അത്. അത്തരം ചില കാര്യങ്ങളെക്കുറിച്ച് നല്ലൊരു ബോധം നമുക്കുണ്ടാവണം. ഒക്കെ പറഞ്ഞ് ശരിയാക്കാം, ഒക്കെ കൺവിൻസ് ചെയ്യാം എന്ന് വിചാരിക്കുന്നത് തെറ്റാണ്. നമ്മുടെ മനസ്സിന് ഉൾക്കൊള്ളാൻ കഴിയാത്ത ചില കാര്യങ്ങൾ എത്ര കാലം കഴിഞ്ഞാലും ഉൾക്കൊണ്ടു കൊള്ളണമെന്നില്ല. ഇതിൽ നമ്മൾ ആലോചിക്കേണ്ടത്, നാം എടുക്കുന്ന ഏതൊരു തീരുമാനവും അതിൻ്റെ മതപരമായ നിലക്ക് ശരിയാണോ തെറ്റാണോ എന്നത് തന്നെയാണ് ഏറ്റവും പ്രധാനം. മതപരമായി തെറ്റായ ഒരു കാര്യം നമ്മൾ പ്രവർത്തിക്കുമ്പോൾ ആ തെറ്റിന് എന്തെല്ലാം പ്രത്യാഘാതങ്ങൾ ഉണ്ടാകുമെന്നുള്ളത് നമുക്ക് പ്രവചിക്കാനാവാത്തതാണ്. അത് ഏതൊക്കെ തരത്തിലുള്ള ദുരന്തങ്ങളാണ് നമുക്ക് സൃഷ്ടിക്കുക എന്ന് നമുക്ക് ആലോചിക്കാൻ കഴിയാത്തതാണ്. അതുകൊണ്ട് അള്ളാഹുവും റസൂലും എന്തു പറഞ്ഞു, അവിടെ നിൽക്കുന്നതായിരിക്കും നമ്മളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ഗുണകരമായിട്ടുള്ള കാര്യങ്ങൾ. ഇനി എന്തെങ്കിലും അബദ്ധങ്ങൾ പറ്റിപ്പോയിട്ടുണ്ടെങ്കിൽ നമ്മുടെ അബദ്ധം തിരുത്തുന്നതിന് പകരം ആ അബദ്ധങ്ങളെക്കൊണ്ടുണ്ടായ പരിക്കുകളെ, മുറിവുകളെ മരുന്ന് കെട്ടി ഉണക്കാം എന്ന് വിചാരിക്കുന്നതും അത്ര വിജയകരമായി കൊള്ളണമെന്നില്ല. ഏറ്റവും വലിയ പരിഹാരം, നമുക്ക് പറ്റിയ തകരാറിനെ, നമുക്ക് പറ്റിയ തെറ്റിനെ നാം തിരുത്തുന്നതായിരിക്കും ഏറ്റവും നല്ലത്. നമ്മൾ ചെയ്യുന്ന പ്രവൃത്തി മൂലമുണ്ടായ പരിക്കുകളെ ഒരുപക്ഷെ നമുക്ക് പരിഹരിക്കാൻ നമ്മുടെ തെറ്റ് തിരുത്തുന്ന അത്ര എളുപ്പം ഉണ്ടായിക്കൊള്ളണം എന്നില്ല. ഇത്തരം ചില കാര്യങ്ങൾ ശ്രദ്ധിച്ചുകൊണ്ട് തന്നെയാണ് നമ്മൾ മുന്നോട്ട് പോകേണ്ടത്. എവിടെയും ദീനിൻ്റെ അച്ചടക്കങ്ങളും ദീനിൻ്റെ നിയമങ്ങളും പാലിക്കുവാൻ നമ്മൾ പരിശ്രമിക്കുക. അള്ളാഹു സഹായിക്കട്ടെ.